അങ്ങനെ ഇന്ന് ഞങ്ങളിത് പുതിയ വീട്ടിലേക്ക് താമസം മാറാന്ന് വിചാരിച്ചുട്ടോ. രാവിലെ തന്നെ ആശുമോളായിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നിട്ടാട്ടോ വീട്ടിലേക്ക് വന്നത്. എന്നിട്ടാണ് നമ്മൾ പാല് കാച്ചിട്ട് കയറാന്ന് വിചാരിച്ചത്. അങ്ങനെ പാല് കാച്ചൽ പ്രമാണിച്ച് അപ്പയും പാപ്പിയും ആശുമോളും പിള്ളേർപ്പടയും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴായിരുന്നു രാഹുകാലം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തായിരുന്നു നമ്മളിന്ന് പാല് കാച്ചിട്ടുണ്ടായി. ഞാനാണെങ്കിൽ ഇന്ന് വരെ പാല് കാച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ പുതിയ വീട്ടിൽ കയറിയിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ പാല് കാച്ചാൻ പോണത്. അതിൽ എന്നിട്ട് അപ്പയും പാപ്പിയും ആശുമോളും ആവശ്യമുള്ള ക്ലാസ്സുകളൊക്കെ എനിക്ക് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാല് തിളച്ചിങ്ങനെ വന്നപ്പോഴത്തേനും എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ മനസ്സിലുണ്ട്. എന്താണെന്ന് എനിക്ക് പറയാനും പറ്റില്ല കേട്ടോ. പാല് അങ്ങനെ തന്നെ കുടിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും മടിയുള്ളതുകൊണ്ട് ആശുമോള് ആ പാല് വെച്ചിട്ട് പായസം അങ്ങോട്ട് ഉണ്ടാക്കിട്ടോ. പിന്നെ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയ സമയത്ത് ആശുമോൾ ഇതേപോലെ തീർത്ത വെള്ളം കുപ്പിയിലാക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വീട്ടിൽ കൊണ്ടിട്ട് എല്ലാ ഭാഗത്തും തെളിച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആശുമോൾ. അങ്ങനെ പായസം ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് പായസവും കുടിച്ച് കാര്യങ്ങൾ സംസാരിക്കലായിട്ടോ. അപ്പൊ ഇനി ഈ വീട്ടിലായിരിക്കും കേട്ടോ ഞാനും വിനും ഉണ്ടാവുക. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.